കുറിച്ച് മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി ഇത് കഴിഞ്ഞ് ഈ കൊച്ചു കേരളത്തിൽ അല്ല സോഷ്യൽ മീഡിയയിൽ നടന്നത് എന്താണെന്ന് അറിയാമോ? പൂക്കി മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് മോഡിഫിക്കേഷൻ നടത്തിവരും മോഡിഫിക്കേഷൻ നടത്താനിരിക്കുന്നവരുമെല്ലാം ഒരുപാടാണ്. ഈ എക്സ്ഹോസ്റ്റ് മാറ്റി പുതിയൊരു എക്സ്ഹോസ്റ്റ് വെച്ചാലോ? സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡോർ വൈസർ, മഡ് ഫ്ലാപ്പ് തുടങ്ങി 18 കാര്യങ്ങളാണ് ഈ മോഡിഫിക്കേഷൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം പൊതുവെ വാഹനങ്ങളിൽ ഉള്ള കാര്യമല്ലേ? ബൈക്കിന്റെ കളർ കാര്യങ്ങളൊക്കെ തന്നെ ഓൾട്ടർ ചെയ്യാനാണ്. ഈ കളർ ഇഷ്ടപ്പെട്ട കളർ അടിച്ച ശേഷം ആ ഒരു കളർ നമുക്ക് നിശ്ചിത ആർസി ബുക്കിലൊക്കെ തന്നെ മാറ്റേണ്ടതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വണ്ടികളിലൊക്കെ തന്നെ ക്രാഷ് ഗാർഡ് അതുപോലെ തന്നെ ഫ്രെയിം സ്ലൈഡേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് വണ്ടിയിലൊക്കെ തന്നെ PPF കോട്ടിംഗ് അതുപോലെ തന്നെ സെറാമിക് കോട്ടിംഗ് ഒക്കെ പെയിന്റിന്റെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സ്ക്രാച്ച് ഒന്നും വീഴാണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ പിടിപ്പിക്കാം. പിന്നെ നമുക്ക് ലിവർ ഗാർഡ് അതുപോലെ തന്നെ നമുക്ക് റേഡിയേറ്റർ ഗാർഡ് ഒക്കെ തന്നെ വണ്ടികളിൽ അഡീഷണലി പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ബൈക്കുകളിൽ. പിന്നെ നമ്മുടെ ബൈക്കിന്റെ ഒക്കെ ഷോക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോക്കിൽ സ്ക്രാച്ച് ഒന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷോക്കിൽ ബൂട്ട് അതുപോലെ തന്നെ അഡീഷണൽ കവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ മേടിച്ചിടാനാണ്. ഇതൊക്കെയാണ് മോഡിഫിക്കേഷൻ എന്ന് അറിഞ്ഞോടുകൂടി സോഷ്യൽ മീഡിയയിൽ പിന്നെ പറയണ്ടല്ലോ, പൊങ്കാലയാണ്. ഇപ്പോൾ നമുക്കിപ്പം ഒരു പുതിയ വാഹനമുണ്ട്. ഈ വാഹനത്തിൽ തന്നെ നോക്കിയാൽ പല കാര്യങ്ങളും ഫിറ്റ് ചെയ്തതായിട്ട് തന്നെ കാണാം. ഡെലിവറിക്ക് തയ്യാറായി നിൽക്കുന്ന വാഹനമാണ്. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ടീം ലീഡറായിട്ടുള്ള ഹുസൈൻ തന്നെ ചേരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഇത് അഡീഷണൽ ആക്സസറീസിൽ വരുന്നതാണ്. നമുക്കിപ്പം സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് സൈഡ് ബീഡിങ്. ഇത് മോഡിഫിക്കേഷൻ എന്ന ലെവലിൽ വരുന്നതല്ല. ഒരിക്കലും ഡോർ വൈസർ ആണെങ്കിൽ ഇപ്പം നമ്മളിതിൽ കാണിച്ചിരിക്കുന്ന ഡോർ വൈസർ ആണെങ്കിൽ പോലും ഇത് സേഫ്റ്റിയുടെ ഭാഗമാണ്. വെച്ചാൽ മഴ പെയ്യുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വണ്ടി വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സൈഡ് ബീഡിങ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ബീഡിങ് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സ്റ്റിയറിംഗ് ഗ്രിപ്പ് നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് GPS എന്നുള്ള സാധനങ്ങളെല്ലാം അവരുടെ സേഫ്റ്റിയുടെ ഭാഗമാണ്. അത് ഒരിക്കലും മോഡിഫിക്കേഷൻ ലെവലിൽ വരുന്ന സാധനങ്ങളല്ല. ഒരു കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് അഡീഷണൽ ആയിട്ട് 6 സീറ്റ് കവർ ആഡ് ചെയ്യാൻ പറ്റും. വർഷങ്ങളായിട്ട് വാഹനങ്ങളിലുള്ള സാധനമാണ്. അതെ, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. വെച്ചാൽ ബേസ് മോഡലിൽ മാത്രമാണ് ഇല്ലാത്ത, ബാക്കിയുള്ള എല്ലാ മോഡൽസിലും ഇൻക്ലൂഡായിട്ട് വരുന്നതാണ് ഈ സ്റ്റീരിയോ, ക്യാമറ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. ജൻസികൾ ആഗ്രഹിക്കുന്ന മോഡിഫിക്കേഷൻ സാധ്യമാകണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങൾ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, VD സതീശൻ വാക്ക് മാറ്റി പറയേണ്ടി വരും. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.